ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ശത്രുക്കളുടെ മുന്നിൽ കീഴടങ്ങുവാനും നിങ്ങളെ ഉപേക്ഷിക്കുവാനും ഈ വ്യക്തി തയ്യാറല്ല. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും മുഴുവനുമായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാം. എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിൽക്കുന്നത് ഒരുപാട് ബ്രില്യൻറ്റ് ഐഡിയാസ് ഒക്കെ ആയിട്ടാണ്. അതായത് ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു എനർജിയിലായിരുന്നു ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ പേഴ്സൺ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ജഡ്ജ്മെന്റൽ എനർജി എന്ന് പറയുന്നത് പോലും സംശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊരു പർട്ടിക്കുലർ ഒരു കാര്യത്തിനോട് എപ്പോഴും സംശയം തോന്നിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്കൊരു കാര്യമുണ്ട്, ഇപ്പൊ നമുക്കൊരു പ്രണയമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ജീവിതമുണ്ട്. പക്ഷെ അതിന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും സംശയങ്ങളായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നടക്കൂലേ, യാഥാർത്ഥ്യമാകോ, ശരിയാകൂലേ എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളുമായിട്ട് എന്താ പറയാ, നിങ്ങളുമായിട്ട് ഒത്തുപോകാൻ പറ്റുമോ, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, ഭാവിയിൽ ഇനി എങ്ങനെയായിരിക്കും, എന്നെ കൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള എനർജിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ പോരായ്മകളും നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള പോരായ്മകളും ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് ആ ഒരു ജഡ്ജ്മെന്റ്, ആ ഒരു സംശയത്തോടു കൂടി നിന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനെ ആയിപ്പോയത്. ഓക്കെ, ഇപ്പൊ ചില സമയത്ത് നിങ്ങളാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഈ പേഴ്സൺ ഒരുപക്ഷെ പോസിറ്റീവായിട്ട് സംസാരിക്കാറില്ല, പകരം നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് കരിയർ പരമായിട്ടൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കരിയർ പരമായിട്ടൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നന്നായിട്ട് സമ്പാദിച്ച് നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ പലതരത്തിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും അല്ലേ, നല്ലതും ചീത്തയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ചീത്ത സമയത്താണെങ്കിൽ പോലും ഈ പേഴ്സൺ വളരെയധികം പരസ്പര ധാരണയോടുകൂടി, തൻ്റെ ഇടത്തോടു കൂടി, മനോധൈര്യത്തോടു കൂടി മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു സാഹചര്യത്തെ ധൈര്യപൂർവ്വം, ഹ്യൂമർ സെൻസ് കൊണ്ട്, ആ ഒരു ഹ്യൂമർ കൊണ്ട് ധൈര്യപൂർവ്വം അതിനെ മറികടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ ക്യൂൻ ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ അത് എന്തിനേയും പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ എന്തുമായി പൊരുത്തപ്പെടുന്ന നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുകയും അതിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഒളിച്ചോടുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. അതായത് എന്ത് പ്രശ്നത്തിനെയും നേരിടാതെ ഓക്കെ എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല, ചിലപ്പോൾ ഇതെന്റെ വിധിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഈ പേഴ്സൺ, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിപ്പിക്കണമെന്നും എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണമെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വിസ്റ്റമാണ്. അതായത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ വ്യക്തി അത്രത്തോളം ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, അതായത് ഇതെങ്ങനെയുള്ള കണക്ഷനാണ്, ഈ പേഴ്സൺ വിചാരിച്ചത് സാധാരണ രീതിയിലുള്ള ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ്
നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ദ ഗബ്രിയേൽ ഏഞ്ചലിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരുപാട് സഹായിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികൾ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആദ്യമൊക്കെ ഈ പേഴ്സണ് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ദുരിതങ്ങളും തരാനായിരുന്നു മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, അത് ഗബ്രിയേൽ ഏഞ്ചല് അയക്കുന്ന ആൾക്കാരാണ്. അതായത് ഈ ഒരു ഏഞ്ചലിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ഗബ്രിയേൽ എന്ന് പറയുന്ന ആ ഒരു ഏഞ്ചല് ഈ പേഴ്സണെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സൺ ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം, സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യും എന്ന രീതിയിൽ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഏഞ്ചലിന്റെ അനുഗ്രഹം കാരണം ഏതാനും ചില വ്യക്തികൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് വന്നെത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് സഹായിക്കണം എന്നുള്ള മനസ്സുള്ള ആൾക്കാരാണ്. അവർ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതോടുകൂടി ഈ വ്യക്തിക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നു, ഒരുപാട് സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പുരോഗമനം ഉണ്ടാകുന്നു. ആൻഡ് ദെൻ ലെറ്റ്സ് യുവർ ഫിയേഴ്സ് ഡിസോൾവ്. അതായത് ആ ഒരു ഫുൾ മൂൺ എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. അതായത് പൂർണ്ണചന്ദ്രനെ സൂചിപ്പിക്കുന്ന എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേടികളെല്ലാം മാറിപ്പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. പേടിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നു, പേടിക്കാൻ ഇനി ഒന്നുമില്ല, അല്ലെങ്കിൽ പേടിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ മറികടക്കും, ഞാൻ ആ ഒരു പേടി മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കത്തില്ല എന്നുള്ളൊരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സണ് പേടിയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, കൂടെ നിന്നുകൊണ്ട് ഈ പേഴ്സണെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ചില ഹെൽപ്ഫുൾ ആയിട്ടുള്ള, സഹായിക്കാൻ മെന്റാലിറ്റി ഉള്ള ചില വ്യക്തികൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ആദ്യം വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ പേഴ്സണ് വന്നിരിക്കുന്ന ആദ്യത്തെ മാറ്റം. ആൻഡ് രണ്ടാമത്തേത് വന്നിരിക്കുന്നത് ആ പേടികളെല്ലാം അലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. അതായത് ഭയങ്കര പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഭാവിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പേടിയുണ്ട്, നിങ്ങളെ സ്നേഹിക്കാനും പറ്റുന്നില്ല എന്നാൽ ഉപേക്ഷിക്കാനും പറ്റാത്ത അവസ്ഥ. പക്ഷെ ആ ഒരു സാഹചര്യത്തെ ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു കരുത്ത്, അതാണ് ഈ പേഴ്സണ് രണ്ടാമത് വന്നിരിക്കുന്ന മാറ്റം. ആൻഡ് ഓൾസോ ഡെസ്റ്റിനിയാണ്. അതായത് ഈ പേഴ്സൺ ഇവിടെ റിയൂണിയനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ ഉണ്ടാക്കിയെടുക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് താല്പര്യമില്ല ഇതിങ്ങനെ അവിടെയും ഇവിടെയും നിന്നുകൊണ്ട്, നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഈ പേഴ്സൺ ദൂരെ നിൽക്കുന്നു, രണ്ടുപേരും കൂടി അങ്ങനെ ദൂരെ നിന്നുകൊണ്ട് അങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഈ വ്യക്തിയുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി നിങ്ങളാണ്. ഈ വ്യക്തിക്ക് കല്യാണം കഴിക്കാൻ വിധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ സ്നേഹിക്കാൻ വിധിച്ചിട്ടുള്ള വ്യക്തി നിങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു ചിന്താഗതിയും കൂടിയാണ് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം നിങ്ങളുമായിട്ടുള്ള പിണക്കങ്ങളെല്ലാം മാറ്റി ഒരു റിയൂണിയന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഗോ ഡീപ്പർ ആണ്. അതായത് ഈ ഒരു എനർജിയിലേക്ക് ഈ വ്യക്തി ഭയങ്കരമായിട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യമൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ നിങ്ങളുടെ സ്നേഹത്തിന്റെ വില നോക്കാനോ നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹമുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനൊന്നും ഈ പേഴ്സണ് നേരുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഗോ ഡീപ്പറാണ്. അതായത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിന്തകളല്ല, ആവശ്യമായിട്ടുള്ള ചിന്തകൾ. അതിലെന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, നിങ്ങളിലെ പ്യൂരിറ്റി, നിങ്ങളുടെ ക്വാളിറ്റി എന്തൊക്കെയാണ്, നിങ്ങളുടെ നല്ല നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അതിന്റെ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്,
അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കിട്ട് പിരിയുന്നത് എന്തുകൊണ്ടാണ്, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജീസ്, ശത്രുക്കളെ തുരത്തി ഓടിക്കുന്ന ഒരു വ്യക്തിനെയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ ഒരു ലേഡിയുടെ കയ്യിൽ നമുക്ക് കാണാം വാളാണ്, ഒരു മൂർച്ചയേറിയ വാളാണ്. ആൻഡ് ഓൾസോ ഈ ഡ്രാഗൺസിനെ നമുക്ക് ശത്രുക്കളായിട്ട് കണക്കാക്കാം. ശത്രുക്കൾ ഈ ഒരു കൊട്ടാരത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഈ കൊട്ടാരം എന്ന് പറയുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള പ്രണയബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രണയബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെയാണ് കാണിക്കുന്നത്. അവയുടെ ആ ഒരു കൃത്യമായിട്ടുള്ള അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ഈ പേഴ്സൺ ആ ഒരു മൂർച്ചേറിയ വാളുമായിട്ട് ചെന്നിട്ട് ആ ശത്രുക്കളെ തുരത്തി ഓടിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ശത്രുക്കൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. കാരണം ശത്രുക്കളുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന കാര്യത്തിൽ അസൂയപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അതാദ്യമൊന്നും ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്നു. ദെൻ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.